നമ്മൾ ആദ്യം സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ADGP MR അജിത് കുമാറിന്റെ ഇന്ന് നിർണായകമാണ് എന്നുള്ളതാണ്. PV അൻവർ ഉന്നയിച്ചതടക്കം അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ DGP ഇന്ന് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറുകയാണ്. തൃശൂർ പൂരം കലക്കലിൽ തുടരന്വേഷണം വേണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടാകും. 2 അന്വേഷണങ്ങൾക്കാണ് സാധ്യത. തീരുമാനം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിക്കും. നാളെ നിയമസഭ ചേരുകയാണ്. അതിനു മുൻപ് ADGPയെ മാറ്റാനാണ് സർക്കാരിന്റെ നീക്കം. VV അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. വളരെ നിർണായകമാണ് അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് എന്ത് തീരുമാനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ADGP MR അജിത് കുമാറിനും ഇടതുമുന്നണി രാഷ്ട്രീയത്തിനും ഇവിടെ നിർണായകമായ ദിവസമാണെന്ന്. കാരണം സംസ്ഥാനത്തെ മന്ത്രിസഭ കഴിഞ്ഞ ആഴ്ച ചേർന്നപ്പോൾ CPIയുടെ നേതാവ് കൂടിയായ K രാജൻ എന്താണ് ഈ ADGP അന്വേഷണത്തിന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം? അപ്പോൾ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ലഭിച്ചു. അതിൽ ആഭ്യന്തര സെക്രട്ടറി അന്വേഷിക്കുന്നു. അതിനുശേഷം നടപടി ഇന്നത്തെ മന്ത്രിസഭ അടുത്തയാഴ്ചത്തെ മന്ത്രിസഭയിൽ അറിയിക്കാമെന്നാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. ആ ദിവസം ഇന്നാണ്. ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശയും DGPയുടെ ശുപാർശകൾ പരിഗണിച്ചുകൊണ്ട് ഇതിലൊരു ഉന്നത അന്വേഷണം വേണമെന്നാണ് സർക്കാർ മുമ്പാകെയുള്ള ശുപാർശ. ആ ശുപാർശ ഇതുവരെയും തീരുമാനമുണ്ടായിട്ടില്ല. മറ്റൊന്ന് പൂരംകലക്കൽ അന്വേഷിച്ച പൂരംകലക്കലിൽ ADGPയുടെ റിപ്പോർട്ട് തള്ളിക്കൊണ്ടുള്ള കാര്യമാണ് അതിൽ പ്രധാനമായും വരുന്നത്. മറ്റൊന്ന് ADGPക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, PV അൻവർ ഉന്നയിച്ച പരാതികൾ, അതിൽ ഒരു അന്വേഷണം നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാന പോലീസ് മേധാവിയാണ് ആ അന്വേഷണം നടത്തിയത്. അതിന്റെ റിപ്പോർട്ടും ഇന്ന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രി കൈമാറിയേക്കുമെങ്കിൽ അതിലും അന്വേഷണം ഉണ്ടാകും. അങ്ങനെ പ്രധാനപ്പെട്ട അന്വേഷണങ്ങൾ ADGPയുടെ കാര്യത്തിൽ വരാനുണ്ട്. ഇത് ഒരു ഭരണപരമായ കാര്യം മാത്രമല്ല, ഇടതുമുന്നണി രാഷ്ട്രീയത്തിൽ തന്നെ വലിയ തർക്കം കൊണ്ട് അസ്വസ്ഥത ഉണ്ടാക്കിയ വിഷയമാണ്. ഇന്നലെ രാത്രിയും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും AK സെന്ററിൽ കണ്ടിരുന്നു. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതല എന്തെങ്കിലും മാറ്റണമെന്ന ആവശ്യം ആവർത്തിച്ച് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴും മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞ നിലപാട് തന്നെയാണ് തുടർന്നത്. അന്വേഷണ റിപ്പോർട്ട് വരാനിരിക്കുന്നു. വന്ന ശേഷം ഈ കാര്യത്തിൽ തീരുമാനമുണ്ടാകാമെന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത്. CPIക്ക് മുഖം രക്ഷിക്കാൻ ഒരു നടപടി അനിവാര്യമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പലതവണ ADGPയെ മാറ്റിയേ പറ്റൂ, മാറ്റാതെ മുന്നോട്ട് പോകാനാകില്ല, ദീർഘനാൾ ADGPയുടെ തുടരില്ല എന്ന് പല പ്രസ്താവനകൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിക്കഴിഞ്ഞു. അപ്പോഴും സമയം ഓരോ ദിവസവും വൈകുകയാണ്, നടപടി നീളുകയാണ്. CPIയുടെ ദേശീയ നേതാവ് കൂടിയായ പ്രകാശ് ബാബു ന്യൂസിന് അനുവദിച്ച അഭിമുഖത്തിലും അനന്തമായി കാത്തിരിക്കാനാകില്ല, അത് ശരിയല്ല എന്ന നിലപാട് എടുത്തിരുന്നു. നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. നിയമസഭയിൽ CPI മന്ത്രിമാർ എന്തോ മറുപടി പറയുമെന്ന കാര്യം അവർക്ക് ആശങ്കയുണ്ട്. അതിനു മുമ്പ് തന്നെ ഇന്ന് CPIയുടെ സംസ്ഥാന നിർവാഹക സമിതി യോഗം ചേരുന്നു. ഇത്രയധികം ശക്തമായി CPI ഒരു ആവശ്യം മുന്നോട്ട് വച്ചിട്ടും അതിൽ നടപടി വൈകുന്നതിൽ പാർട്ടിക്കുള്ളിൽ കടുത്ത അതൃപ്തിയുണ്ട്, അമർഷമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തിനെങ്ങനെ വൈകിപ്പിക്കുന്ന കാര്യത്തിൽ തർക്കമുണ്ട്. CPI ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുപ്പിക്കാൻ കഴിയാതെ പോകുന്നതിൽ വലിയ വിമർശനം CPIക്കുള്ളിലുണ്ട്. അത് സ്വാഭാവികമായും അത് CPI സംസ്ഥാന സെക്രട്ടറിക്കെതിരാകും ആ വിമർശനങ്ങളും പ്രതിഷേധവും ഉണ്ടാവുക. സംസ്ഥാന നിർവാഹക സമിതി യോഗത്തിൽ ഇതുവരെ ചെയ്ത നിലപാടുകൾ ബിനോയ് വിശ്വത്തിന് പറയേണ്ടി വരും. അങ്ങനെ മുഖരക്ഷികൾ കൂടിക്കാഴ്ച കൂടിയായിരുന്നു AK സെന്ററിൽ ബിനോയ് വിശ്വം CPM നേതാക്കളുമായി നടത്തിയത്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. AK സെന്ററിലും CPMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഈ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ അവിടെയും ചർച്ചയാകും. അരുൺ, ഈ വളരെ നിർണായകമായ ദിവസങ്ങളാണ് നടക്കാൻ പോകുന്നത്. അതായത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ADGPക്ക് നിർണായകം, CPI നേതൃയോഗങ്ങൾ, നാളെ സഭ ആരംഭിക്കുകയാണ്. അങ്ങനെ LDF രാഷ്ട്രീയത്തിന് ഈ വിവാദങ്ങളുടെ ഒരു പെരുമഴക്കാലത്താണ് ഈ നിയമസഭാ സമ്മേളനത്തെ നേരിടേണ്ട സാഹചര്യം എന്നതുകൂടിയുണ്ട്. ഈ PV അൻവർ എവിടെയായിരിക്കും അദ്ദേഹത്തിന്റെ സീറ്റ്, എവിടെയായിരിക്കും അദ്ദേഹത്തിന്റെ പൊസിഷൻ എന്നുള്ളതൊക്കെ കൗതുകത്തോടെ ഉറ്റുനോക്കണം. മാത്രമല്ല, അടിയന്തര പ്രമേയം ഉന്നയിക്കുമ്പോൾ ഉറപ്പായും അൻവറിന്റെ പ്രധാനപ്പെട്ട വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ പ്രതിപക്ഷം ആയുധമാക്കുകയും ചെയ്യും. അപ്പോൾ അൻവറിന്റെ വാക്കുകളെ അവരാശ്രയിക്കും. അങ്ങനത്തെ ഒരുപാട് സാഹചര്യമുണ്ട്. ഒരുപാട് നാടകീയ രംഗങ്ങൾക്കായിരിക്കും നിയമസഭ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതല്ലേ? തീർച്ചയായിട്ടും PV അൻവർ ഇപ്പോഴും സാങ്കേതികമായി CPMന്റെ നിയമസഭാ കക്ഷിയിലെ അംഗമാണ്. ഭരണപക്ഷ ബെഞ്ചുകളിൽ തന്നെയാണ് അദ്ദേഹത്തിനും ഇപ്പോഴും നിയമസഭയിലെ സ്ഥാനം. അത് CPMന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി TP രാമകൃഷ്ണൻ, ഇടതുമുന്നണി കൺവീനർ കൂടിയ TP രാമകൃഷ്ണൻ, അദ്ദേഹമാണ് അൻവറിനെ അവിടെ നിന്ന് മാറ്റുന്ന ആവശ്യപ്പെട്ട സ്പീക്കർ കത്ത് നൽകേണ്ടത്. ഇന്നലെ വൈകിട്ട് നമ്മൾ അന്വേഷിക്കുമ്പോഴും അത്തരമൊരു കത്ത് സ്പീക്കറുടെ ഓഫീസ് ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇന്ന് അതിൽ തീരുമാനമുണ്ടായേക്കും. അൻവറും ഒരുപക്ഷെ ആവശ്യപ്പെടാം, തനിക്ക് അവിടെ ഇരിക്കാൻ താല്പര്യമില്ല, മറ്റൊരു സീറ്റ് നൽകണമെന്ന് സ്പീക്കറോട് അൻവറിനും ആവശ്യപ്പെടാം. ഇന്ന് രാവിലെ 11 മണിക്ക് സ്പീക്കർ AN ഷംസീറിന്റെ വാർത്താ സമ്മേളനമുണ്ട്. ഈ നിയമസഭാ നടപടിക്രമങ്ങളുടെ കാര്യങ്ങൾ വിശദീകരിക്കാനായി, സെഷൻ ചെയ്തതിനെ പറ്റി വിശദമാക്കാൻ
സ്പീക്കറുടെ വാർത്താ സമ്മേളനമുണ്ട്. അതിലും ഈ കാര്യങ്ങളിലൊക്കെ ഒരു ധാരണ ഉണ്ടായേക്കാം. ഏതായാലും നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത് ഭരണപക്ഷത്തിന് ഒട്ടും അനുകൂലമല്ലാത്ത, അത്ര സുഖകരമല്ലാത്ത, എന്നാൽ പ്രതിപക്ഷം വർദ്ധിത വീര്യത്തോടെ, ആവേശത്തോടെ സഭയിലെത്താൻ ഉള്ള സാഹചര്യത്തിലാണ്. കാരണം അവർക്ക് നിരവധി വിഷയങ്ങൾ, ഭരണപക്ഷത്തെ മുൾമുറി നിർത്താൻ തക്ക വിഷയങ്ങൾ അവർക്ക് മുന്നിലുണ്ട്. അതുതന്നെ ഭരണകക്ഷി MLAയുടെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാക്കിയ തിരിച്ചടി സർക്കാരിനുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും പ്രതിപക്ഷം ഉന്നയിക്കും. നാളെ സഭാസമ്മേളനം ആരംഭിക്കുമെങ്കിലും നാളെ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള ചരമോപചാരം മാത്രമാകും സഭയിൽ ഉണ്ടാവുക. തിങ്കളാഴ്ച മുതലാകും സഭാസമ്മേളനം ഒരു പൂർണ്ണ തോതിലേക്ക് വരിക, പൂർണ്ണ നടപടിക്രമങ്ങളിലേക്ക് മാറുക. അന്ന് ഈ മുഖ്യമന്ത്രിക്കെതിരായ അടിയന്തര പ്രമേയ നോട്ടീസ് അടക്കം പ്രതിപക്ഷം കൊണ്ടുവരും. അരുൺ, മറ്റൊന്ന് മുഖ്യമന്ത്രി ദ ഹിന്ദുവിന് അനുവദിച്ച അഭിമുഖത്തിലെ പരാമർശം അത് വളരെ വിവാദമായി കത്തി നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ കൂടി അവരുടെ അജണ്ടയിലേക്ക് വരുമോ, യോഗ അജണ്ടയിലേക്ക് വരുമോ? പ്രത്യേകിച്ചൊരു മറുപടി പറഞ്ഞിട്ടില്ല. PR ഏജൻസിയുമായി ബന്ധമുണ്ടോന്നോ, അല്ലെങ്കിൽ അവർ മുഖ്യമന്ത്രിക്ക് എന്തിനാണ് PR, ഒരു മധ്യസ്ഥൻ എന്തിനാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നുവെങ്കിലും കൃത്യമായൊരു മറുപടി ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അജണ്ടയിൽ വരുമോ യോഗത്തിൽ? തീർച്ചയായിട്ടും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ PR ഏജൻസി വിവാദം ചർച്ചയ്ക്ക് വരാൻ തന്നെയാണ് സാധ്യത. കാരണം അതിന്റെ ഒരു രണ്ട് ഘടകങ്ങളാണ്. ഒന്ന്, രാഷ്ട്രീയമായി അത് ഉണ്ടാക്കുന്ന ഒരു തിരിച്ചടി. മലപ്പുറത്ത് VVN ഉയർത്തിയ വെല്ലുവിളിയുണ്ട്. അതിനിടയിലാണ് ഈ ഒരു പരാമർശം, മലപ്പുറം ജില്ലയെ ലക്ഷ്യമിട്ടുള്ള പരാമർശമാണ്, അപമാനിക്കുന്ന പരാമർശമെന്ന തരത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ വിഷയം ഉയർത്തിപ്പിടിച്ചത്. അതുകൊണ്ട് തന്നെ അത് രാഷ്ട്രീയ തിരിച്ചടിയാണ്. മറ്റൊന്ന്, PR ഏജൻസി മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ തരപ്പെടുത്താൻ ശ്രമിച്ചു. സാധാരണഗതിയിൽ പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ PR ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്, ആളുകൾക്ക് വേണ്ടി PR ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഒരു തെറ്റു പറയാൻ കഴിയില്ല. പക്ഷേ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് അത്തരം ഒരു PR ഏജൻസി ഉണ്ടോ എന്ന കാര്യം ഇതുവരെയും അത് പരസ്യമാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇപ്പോൾ ഈ വിവാദം വന്ന ശേഷവും മറ്റ് അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ വന്നു എന്നൊക്കെ പറയുമ്പോഴും PR ഏജൻസി ആണോ ഈ അഭിമുഖം തരപ്പെടുത്തി കൊടുത്തത് എന്ന കാര്യത്തിൽ അവരാണോ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ പത്രത്തിന്റെ ലേഖികയോട് പറഞ്ഞത് എന്ന കാര്യമൊക്കെ സർക്കാർ വിശദീകരിച്ചിട്ടില്ല, മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടില്ല. സംസ്ഥാന സെക്രട്ടറിയുടെ വിഷയം ചർച്ചയ്ക്ക് വരും. സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനവും സാധാരണഗതിയിൽ ഉണ്ടാകുന്നതാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടേക്കും. മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനം ഇന്നുണ്ടാകാനുള്ള സാധ്യത പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ഇന്ന് സർക്കാരിൽ നിന്നും CPM-ൽ നിന്നും അതുപോലെ CPI-യിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. അജിത് കുമാർ നടപടിയില്ലാതെ CPI-ക്ക് സംസ്ഥാന സെക്രട്ടറിക്ക് നിർവാഹക സമിതി യോഗത്തിൽ ചെല്ലാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അത് പാർട്ടി നേതാക്കളെ, അണികളെ വിശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ അവരോട് വിശദീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് CPI-യും ഇന്നത്തെ തീരുമാനങ്ങളെ അവർ നിർണായകമായി കാണുന്നത്. രാവിലെ 10 മണിക്ക് മന്ത്രിസഭാ യോഗം, 10 മണിക്ക് തന്നെ സംസ്ഥാന സെക്രട്ടറി CPM-ന്റെ ആരംഭിക്കും. 11 മണിയോടുകൂടി CPI-യുടെ നിർവാഹക സമിതി യോഗവും ആരംഭിക്കും. എന്തായാലും അരുൺ, ഒരു നല്ല ദിവസം ആശംസിക്കുന്ന ഒരു തിരക്ക് പിടിച്ച ദിവസമാണ് ഇന്ന്, അല്ലേ? തിരുവനന്തപുരം ബ്യൂറോയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരക്കുള്ള ദിവസമാണ്.